വളരെ നാളുടെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ നമ്മുടെ കേരള റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. കേരള റാങ്ക് ലിസ്റ്റ് 2024 ഇന്നലെ രാത്രി പബ്ലിഷ് ചെയ്തു. ഒരു 11 മണി സമയത്താണെന്ന് തോന്നുന്നു. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പോൾ നമുക്ക് സ്കോറിന്റെ കട്ട് ഓഫും കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും എത്ര സ്കോർ വരെ എത്ര സീറ്റ്സിന് അഡ്മിഷൻ കിട്ടുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കേരളത്തിൽ ടോട്ടൽ ഗവൺമെന്റ് സീറ്റ്സ് എത്രയുണ്ട്, പ്രൈവറ്റ് സീറ്റ്സ് എത്രയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളും അതേപോലെ MBBS കിട്ടാത്തവരിന് എന്ത് ചെയ്യുക എന്നുള്ള കുറച്ച് ഓപ്ഷൻസുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് 2024. അപ്പോൾ ഇന്നലെയാണ് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും റാങ്ക് ലിസ്റ്റൊക്കെ. ഇത് നമ്മുടെ സി കേരള സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ കീം രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കാവുന്നതാണ്. ഇതിലിപ്പോൾ നമ്മുടെ കേരളത്തിൽ ടോട്ടൽ 1755 സീറ്റ്സാണ് ഉള്ളത്, ഗവൺമെൻറ് സീറ്റ്സ്. അപ്പോൾ 1755 സീറ്റ് എന്ന് പറയുന്നത്, റാങ്ക് എന്ന് പറയുന്നത് എത്ര മാർക്കിനാണ് നമുക്ക് നോക്കാം. ഏകദേശം ഒരു 661 മാർക്കിനാണ് 1800 റാങ്ക് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കറക്റ്റായിട്ട് 1800 റാങ്ക് എന്ന് പറയുന്നത് 661 മാർക്കാണ്. അതായത് നീറ്റിൽ ഈ വർഷം 661 മാർക്ക് മേടിച്ചാൽ 1800 റാങ്ക് കിട്ടും. കേരളത്തിൽ ടോട്ടൽ ഉള്ളത് 1755 സീറ്റ്സാണ്. അപ്പോൾ ഏകദേശം കട്ട് ഓഫ് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. 660 മാർക്കിന് പോലും ഇപ്രാവശ്യം അഡ്മിഷൻ ഇല്ല. അപ്പോൾ പ്രൈവറ്റ് കോളേജിൻ്റെ, അതായത് സെൽഫ് മാനേജ്മെൻറ്റിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏറെക്കുറെ എന്താ പറയുക, ഈ 661 താഴേക്ക്, അതായത് നമ്മുടെ ടോപ്പ് നിൽക്കുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജസ്, ഇപ്പോൾ അമല ജൂബിലി പോലുള്ള കോളേജസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 640 മുകളിലോട്ടൊക്കെ കട്ട് ഓഫ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് താഴേക്ക് ഇങ്ങനെ, അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇപ്രാവശ്യം സെൽഫ് മാനേജ്മെൻറ്റിൽ കിട്ടണമെങ്കിൽ പോലും ഒരു കേരള റാങ്ക് ഒരു 5000 അല്ലെ 6000 അകത്ത് മാക്സിമം അങ്ങ് എത്തുമ്പോൾ ഒരു 8000 മാക്സിമം ഇതിൻ്റെ അകത്ത് നിന്നാൽ മാത്രമേ നമുക്ക് കേരളത്തിൽ ഇപ്രാവശ്യം അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ആ ഒരു സ്ഥിതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇതാണ് കേരളത്തിൻ്റെ റാങ്ക് ലിസ്റ്റ്. ഇനിയിപ്പോൾ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് ഞാൻ പറയാം. സോ റാങ്ക് ലിസ്റ്റ് എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ 661 മാർക്കാണ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് വരുന്നത്. ആൻഡ് ഇനിയിപ്പോൾ ഉള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ റിപ്പീറ്റേഴ്സിൻ്റെ കാര്യം പറയാം. ഇപ്പോൾ +2 കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി അയാൾ റിപ്പീറ്റ് ചെയ്യാൻ പോകും. ഞാൻ റിപ്പീറ്റേഴ്സിൻ്റെ കാര്യം പറയാം. നിങ്ങളുടെ മുമ്പിൽ 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ഒബ്വിയസ്ലി റിപ്പീറ്റ് ആണ്. ഇഫ് യു ആർ കോൺഫിഡൻറ്റ്, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം റിപ്പീറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്കൊരു 550 മാർക്ക് അല്ലെങ്കിൽ 600 അടുപ്പിച്ചുണ്ട് എന്നുണ്ടെന്ന് വെച്ചിട്ട് ചാടിക്ക് റിപ്പീറ്റ് ചെയ്യുക, അടിക്കാൻ പോകല്ലേ. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, അതായത് എക്സാം ഈ വർഷത്തേക്കാൾ കോമ്പറ്റീഷൻ ആയിരിക്കും അടുത്ത വർഷം. ഈ വർഷം കോമ്പീറ്റ് ചെയ്ത് 26 ലക്ഷം പേരാണെങ്കിൽ അടുത്ത വർഷം അത് 30 ലക്ഷം പേരാവും. സോ കോമ്പറ്റീഷൻ ഈസ് ഹൈ. അപ്പോൾ അത് ആലോചിക്കുക. നിങ്ങൾ പിന്നെ ഫുള്ളി മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ മെൻ്റൽ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാവാറുണ്ട്, നമ്മൾ മൂഡ് ഓഫ് ആവാറുണ്ട്, ഭയങ്കര ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അതെല്ലാം ആലോചിച്ചിട്ട് മാത്രം റിപ്പീറ്റ് ചെയ്യുക. പിന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെൽഫിൽ കയറുക എന്നുള്ളതാണ്. സെൽഫിൽ കയറുകയെന്നുണ്ടെങ്കിൽ ഫീസ് ഏകദേശം ടോട്ടൽ ഒരു 50 lakhs അടുപ്പിച്ചാകും കേരളത്തിൽ സെൽഫിലാണെങ്കിൽ. കേരളത്തിലാണ് ഓൾ ഇന്ത്യ ലെവലിൽ ഏറ്റവും കുറഞ്ഞ ഫീസ് ഉള്ളത്. തമിഴ്നാടൊക്കെ ആണെങ്കിൽ 13 ലക്ഷമാണ് പെർ ആനം ഫീസ് വരുന്നത്, കർണാടക 12. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ചെയ്യുക. പിന്നെ സെൽഫ് മാനേജ്മെൻറ്റിൽ തന്നെ നല്ല ഒരു മെഡിക്കൽ കോളേജ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5000 റാങ്കിൻ്റെ അകത്ത് മിനിമം കയറണം, ഓൾ കേരള റാങ്ക്. ഇല്ലെങ്കിൽ നല്ല മെഡിക്കൽ കോളേജ് കിട്ടില്ല. നല്ല മെഡിക്കൽ കോളേജ് എന്ന് ഞാൻ പറഞ്ഞാൽ റാങ്കിങ്ങിൻ്റെ ബേസിസിൽ മാത്രമല്ല, പൊതുവെ എല്ലാ കാര്യത്തിലും എക്യുപ്മെൻറ്റ്സ്, ലബോറട്ടറി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, കെഡാവേഴ്സ്, ഇതെല്ലാം ചേർത്തിട്ടാണ് ഞാൻ നല്ല കോളേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു ബിലോ ആവറേജ് കോളേജ് കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് ചൂസ് ചെയ്യാൻ പേഴ്സണലി പറയില്ല. ഞാൻ സെൽഫ് മാനേജ്മെൻറ്റ് കോളേജിൻ്റെ, ബെസ്റ്റ് സെൽഫ് മാനേജ്മെൻറ്റ് കോളേജിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ചാനൽ ചെക്കൗട്ട് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നല്ലൊരു സെൽഫ് മാനേജ്മെൻറ്റ് കോളേജ് അല്ലാന്നുണ്ടെങ്കിൽ അത് എടുക്കാതിരിക്കുക മാക്സിമം. കാരണം നമ്മൾ എവിടെ പഠിച്ചെന്നുള്ളത് എപ്പോഴും നമ്മളെ മാറ്റർ ചെയ്യും. പിന്നെ കേരളത്തിലെ ഒരു സെൽഫ് മാനേജ്മെൻറ്റ് കോളേജിലും സീറ്റ്സ് അവൈലബിൾ ആയിട്ട് വരാറില്ല. കാരണം കുട്ടികൾക്ക് എങ്ങനെയായാലും കേരളത്തിൽ പഠിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷേ അതൊക്കെ മാറി ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. കാരണം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് അതിനാവശ്യമുള്ള ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താണ് കാര്യം? ഇത് പ്യുവർലി ബിസിനസ് അല്ലല്ലോ, ആക്ച്വലി ഭാവി കൂടെ അല്ലേ. അപ്പോൾ അങ്ങനെ കൂടെ ചിന്തിക്കുക. പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എബ്രോഡ് പോവുകയാണ്. ഇപ്പം ഞാൻ എബ്രോഡ് പോകുകയെന്ന് പറയുമ്പോൾ പലരുടെ മനസ്സിൽ പുച്ഛമായിരിക്കും. ആക്ച്വലി സ്പീക്കിംഗ്
ഞാൻ ഈ എബ്രോഡിനെ പറ്റി ഇങ്ങനെ സംസാരിക്കത്തില്ലായിരുന്നു ആദ്യമേ, കാരണം എനിക്കും അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഇതിനെപ്പറ്റി അറിഞ്ഞു തുടങ്ങിയപ്പോഴാണ്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ എബ്രോഡ് ഉണ്ട്, അപ്പം ഞാൻ എബ്രോഡ് MBBSനെ പറ്റി അറിഞ്ഞു തുടങ്ങിയപ്പോഴാണ്, ലൈക്ക് അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്കും സംഭവം എന്താണെന്ന് മനസ്സിലായത്. അതുവരെ എനിക്ക് പുച്ഛമായിരുന്നു. കാരണം എന്താ, നാട്ടുകാരൊക്കെ പറയുന്നതല്ലേ, ഓ കേരളത്തിൽ കിട്ടിയില്ല അപ്പൊ ഇനി പുറത്തു പോയി പഠിക്കുമായിരിക്കുമല്ലേ, അവൻ റഷ്യനാ അവൻ ചൈനയാ, ആ ഒരു മെന്റാലിറ്റിയാണ് ആദ്യം മാറ്റേണ്ടത്. ആക്ച്വലി സ്പീക്കിംഗ് നമ്മുടെ കേരളത്തിൽ ഗവൺമെന്റ് കോളേജസ് ആർ വെരി ബെറ്റർ. ഗവൺമെന്റ് കോളേജസ് കഴിഞ്ഞിട്ടുള്ള വേറെ എന്തും. പക്ഷെ സെൽഫ് മാനേജ്മെന്റ് കേസിൽ വരുമ്പോൾ സെൽഫ് മാനേജ്മെന്റ് കോളേജസ് ആണോ എബ്രോഡുള്ള കോളേജസ് ആണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ അത് ഒരു തിങ്കിങ് ഫാക്ടർ ഉണ്ട്. അത് അത്യാവശ്യം നന്നായിട്ട് ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. കാരണം നമ്മൾ 50 ലക്ഷം രൂപയാണ് സെൽഫ് മാനേജ്മെന്റിൽ ഇവിടെ കൊടുക്കുന്നത്. ഇപ്പൊ എബ്രോഡ് ആണെങ്കിൽ നമുക്ക് 50 ലക്ഷത്തിന് അടുത്ത് പഠിച്ചിറങ്ങാൻ പറ്റും. 50 ലക്ഷമോ അതിന്റെ അകത്തോ പഠിച്ചിറങ്ങാൻ പറ്റും. അപ്പൊ അത് ആലോചിക്കാൻ നിങ്ങൾക്ക് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എവിടെ കിട്ടുമെന്ന് നോക്കുക. കേരളത്തിൽ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു ഇതില്ല, നിങ്ങൾ പഠിക്കുന്ന കോളേജിലാണ് എല്ലാം ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ നല്ല ഡോക്ടേഴ്സ് ഇപ്പോൾ ഈ ടോപ്പ് മെഡിക്കൽ കോളേജിൽ പഠിച്ചാൽ മാത്രമല്ല വരുന്നത്, റാങ്കിങ് കുറഞ്ഞ കോളേജിൽ പഠിച്ചാലും വരും, ടോപ്പ് കോളേജിൽ പഠിച്ചാലും വരും. ബട്ട് ഒരു എൻവയോൺമെന്റ് ഒക്കെ നമുക്ക് എന്താ പറയുക, ഒരു വൈബ് ചെക്ക് എന്നൊക്കെ പറയാം, അത് അത്യാവശ്യം നല്ല കോളേജിലേ ഉണ്ടാവാറുള്ളൂ. ഇപ്പൊ ഈ ബിലോ ആവറേജ് ലെവലിലെ കോളേജൊക്കെ ആക്ച്വലി ആർക്കും അധികം ഇഷ്ടപ്പെടാറില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കിപ്പോൾ ആ ഒരു കോളേജ് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ചൂസ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് ഇതാണ്. ഇനി റീ റിപ്പീറ്റേഴ്സിന്റെ കേസിലേക്ക് വരാം. റീ റിപ്പീറ്റേഴ്സിന്റെ കേസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇനി സൂപ്പർ റിപ്പീറ്റ് ചെയ്യാൻ മെന്റാലിറ്റി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് പേരുണ്ട് സൂപ്പർ റിപ്പീറ്റ് ചെയ്യുന്നവർ, പക്ഷേ മെജോറിറ്റി ആൾക്കാർ സൂപ്പർ റിപ്പീറ്റ് ചെയ്യില്ല. കാരണം എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ റീ റിപ്പീറ്റേഴ്സിന്റെ മുമ്പിലുള്ള ഓരോരോ ഓപ്ഷൻ സെൽഫ് അല്ലെങ്കിൽ എബ്രോഡാണ്. കാരണം നിങ്ങൾ വേറൊരു ഡിഗ്രി കോഴ്സ് എടുത്ത് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ ഓൾറെഡി 2 വർഷം സ്പെൻഡ് ചെയ്തു നീറ്റിന് വേണ്ടി. നിങ്ങളുടെ പാഷനാണ് MBBS. അപ്പോൾ നിങ്ങളുടെ പാഷൻ വിട്ടിട്ട് നിങ്ങൾ വേറൊരു കോഴ്സ് എടുത്ത് പോകുന്നുള്ളത് എനിക്ക് പേഴ്സണലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരുപാട് പേരുണ്ടാകും. സോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, റീ റിപ്പീറ്റേഴ്സ് ആണ് നിങ്ങളുടെ മുമ്പിൽ ഒന്നെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജസ് അല്ലെങ്കിൽ എബ്രോഡ് കോളേജസ്. സെൽഫ് ഫിനാൻസിങ് കോളേജസ് എന്ന് പറയുമ്പോൾ ഇതേ സിറ്റുവേഷൻ, നല്ല കോളേജ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്യാൻ നിൽക്കുക. ഒരു ബിലോ ആവറേജ് കോളേജ് മാക്സിമം ഒഴിവാക്കുക. കാരണം നിങ്ങളുടെ ലൈഫിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5.5 വർഷമാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അത് നല്ലൊരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കിട്ടുന്ന കോളേജിലല്ല എങ്കിൽ നിങ്ങൾ ലൈഫ് ലോങ് റിഗ്രറ്റ് ചെയ്യും. സോ കോളേജ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ശരിക്കും ആലോചിക്കുക, അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അറിയാവുന്നവരെ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് ആ കോളേജിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വിവരം തിരക്കിയിട്ട് മാത്രം സെൽഫ് മാനേജ്മെന്റിൽ എടുക്കുക. ഫീസ് മാത്രമല്ല, നിങ്ങളുടെ ലൈഫ് കൂടാണ് അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എബ്രോഡ് നോക്കുക. എബ്രോഡ് ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരുപാട് കൺട്രീസ് ഉണ്ട്. നല്ല കൺട്രീസ് എന്ന് പറഞ്ഞാൽ അക്രഡിറ്റേഷൻസ്, ഇപ്പോൾ USA, കാനഡയുടെ, ഓസ്ട്രേലിയയുടെ, ന്യൂസിലാൻഡിൻ്റെ, അങ്ങനത്തെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൻ്റെ എല്ലാ അക്രഡിറ്റേഷൻസ്, ഇന്ത്യയുടെ ഒബ്വിയസ്ലി അക്രഡിറ്റേഷൻസ് ഉള്ള കൺട്രി മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് എല്ലാവരും ഷോക്ക്ഡ് ആയിട്ടിരിക്കുകയായിരിക്കും. സോ ഇതാണ് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരിക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.